ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ചാത്തൻസ് ഡേ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു കല്യാണ സദ്യയുടെ കൂട്ടുകറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ആ കൂട്ടുകറി ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് ചെയ്യാൻ നമ്മളെ സഹായിച്ചത് നമ്മുടെ ശ്രീഹരി കാറ്ററിംഗ് ആണ്. ഉപ്പൂട്ടിലാണ് ഇതുള്ളത്. അപ്പം നമുക്കതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് തേങ്ങ തട്ടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ഇതേപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കണം. അപ്പോൾ ഇത് കൂട്ടുകറിക്ക് ചേർക്കാനുള്ള അരപ്പിനുള്ള തേങ്ങയാണ്. അപ്പോൾ അതിന് ശേഷം കൂട്ടുകറിക്കായിട്ടുള്ള കഷ്ണങ്ങൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, സവാള, കടല, പച്ചമുളക്, പിന്നെ തക്കാളി, പിന്നെ നിങ്ങൾ എന്തൊക്കെയാണോ കൂട്ടുകറിക്ക് യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓരോ സ്ഥലക്കാർക്കും ഓരോ വെജിറ്റബിൾസ് അവരുപയോഗിക്കും. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് അത് കുക്കറിനകത്ത് വേവാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരയണം. കൂട്ടുകറി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റാക്കി വെക്കണം. ഇപ്പം എന്താണ്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മളിവിടെ സെറ്റായി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. വേണ്ടേ നമ്മൾ കുക്കറിനകത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം വെന്ത് സെറ്റായിരിപ്പുണ്ട്. ഇനി നമുക്ക് കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേണ്ട ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് നിർബന്ധമില്ല കേട്ടോ. നെയ്യ് ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണ മാത്രം ഒഴിക്കുകയും ചെയ്യാം. പക്ഷേ നെയ്യ് ഒഴിക്കുന്നത് കുറച്ച് ടേസ്റ്റ് കൂട്ടുന്നതിന് സഹായിക്കും. അപ്പം നെയ്യ് ഒഴിച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. അപ്പം എന്തേണ്ട കടുവെല്ലാം പടപടേന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പം എന്തേണ്ട നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഒരു ചെറിയ ബ്രൗൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്ലാക്ക് കളറായി വരണം. വറ്റൽമുളകൊക്കെ ഇങ്ങനെ കടുക് വറക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇത് ദേഹത്തേക്ക് തെറിച്ച് വീഴാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇവരെല്ലാം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് അവർക്കൊന്നും അങ്ങനത്തെ ഭയമൊന്നുമില്ല. പക്ഷേ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യുമ്പം കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യണം. അതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സാധനം ഇതിലേക്ക് വെജിറ്റബിൾസ് നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം. ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. കാരണം ഇതെല്ലാം നല്ല ചൂടാണ്. പോരാത്തതിന് എണ്ണയിലേക്ക് വെള്ളം വീഴുമ്പോൾ അത് തെറിച്ച് നമ്മുടെ ദേഹത്തൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം വളരെ അലർട്ടായിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. കണ്ടോ അതൊക്കെ തെറിച്ച് വീണു. അപ്പോൾ അതിലേക്ക് തട്ടി കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ ടേസ്റ്റ് കൂടാനുള്ളൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. കൂട്ടുകറിയുടെ ടേസ്റ്റ് കൂട്ടാൻ എപ്പോഴും കൂട്ടുകറിക്കകത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ് യൂസ് ചെയ്യും. അതൊരു ടേസ്റ്റ് കൂടാനുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിനായിട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ വറുത്ത് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് യൂസ് ചെയ്യേണ്ടുന്ന കഷ്ണങ്ങളൊക്കെ അവരവരുടെ സ്ഥലങ്ങളിൽ എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് ആ കഷ്ണങ്ങളെല്ലാം ഉപയോഗിക്കാം കേട്ടോ. ചിലർ ബീൻസൊക്കെ ഉപയോഗിക്കാറുണ്ട്. കൂട്ടുകറിക്കകത്ത് ബീൻസൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങാണ് യൂസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ആ അരപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയാണ് എരിക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ മസാല കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ, വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ എരിവും പാകവും ഒക്കെ നോക്കി എല്ലാം ഉപ്പും ഒക്കെ ചേർത്തതിന് ശേഷം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ.